ഞങ്ങൾ ശരിക്കും പേടിച്ചു. ആ കണ്ട പെൺകുട്ടി ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും ഞങ്ങൾക്ക് ശരിക്കും പണി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. എടി, അവിടെ ഒരു പേപ്പർ കിടക്കുന്നത് നീ കണ്ടോ? നമുക്ക് പോയി അതെന്താന്ന് നോക്കിയിട്ട് വരാം. എടി, എനിക്ക് ശരിക്കും പേടിയാകുന്നു. അതും നമ്മൾ തനിച്ചേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? ആ പേപ്പറിൽ എഴുതിയത് നീയും കണ്ടതല്ലേ? ഇത് നമ്മൾ എങ്ങനെ പറയും? നിന്റെ വീട്ടുകാർ നാളെ വരുമ്പോ തന്നെ ഞാൻ പോവും കേട്ടോ. എനിക്ക് വയ്യ പ്രേതത്തിന്റെ കൈയും കൊണ്ട് മരിക്കാൻ. എനിക്ക് പേടിയാണ്. ഞാൻ എന്ത് ചെയ്യും? മോളെ, ഞങ്ങൾക്ക് നാളെ വരാൻ പറ്റില്ല. മുത്തശ്ശൻ വീണു. കുറച്ചു മുമ്പ് ഒരു വീക്ക് അഡ്മിറ്റ് ആക്കിയേക്കുവാ. മോൾ ഒരു കാര്യം ചെയ്യൂ, ആന്റിയുടെ വീട്ടിൽ പോയി നിന്നോ. അതാ നല്ലത്. എടി, എന്റെ വീട്ടുകാർ നാളെ വരില്ല. മുത്തശ്ശൻ വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്നോട് ആന്റിയുടെ വീട്ടിൽ പോയി നിൽക്കുവാനാ പറഞ്ഞത്. അതെന്തായാലും നന്നായി. നമുക്ക് കിടക്കാം. പെട്ടെന്ന് എന്റെ കഴുത്തിൽ ആരോ പിടിച്ചു. ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. എടി, നിന്റെ കഴുത്തിൽ എന്താ ഒരു പാട്? എന്റെ കഴുത്തിൽ അവള് പിടിച്ചു. എടിതേ പിന്നെ ഒരു പേപ്പർ. നിങ്ങൾക്ക് 2 പേർക്കും ഇനി ഞാൻ പറയുന്നത് വരെ ഇവിടെ നിന്ന് പോകാനോ ആർക്കേലും ഇങ്ങോട്ട് വരാനും പറ്റില്ല. അതിന് നോക്കിയാൽ. എടി, നമ്മുടെ പുറകിൽ ആരോ ഉണ്ട് നോക്ക്.